ഹായ് നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റ് പൾസ് പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിയാണ്. വലിയ മാറ്റമില്ലാണ്ട് തുടരാനാണ് സാധ്യത. ഇൻ കേസ് അതിലെന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിക്ക് കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫോറക്സിൻ്റെ കൺവേർഷൻ മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഡേറ്റാസ് അവിടെ നടക്കുന്നുണ്ട്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ഡോളേഴ്സിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യേണ്ട, ആ ഡോളേഴ്സായിട്ട് തന്നെ കീപ്പ് ചെയ്യാം എന്നുള്ള ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ആർ ബി ഐ പറയാനുള്ള സാധ്യതയുണ്ട്. അത് ഓൾറെഡി നടക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അത് നല്ലതാണ്. അതായത് കുഞ്ഞു കുഞ്ഞു മെഷേഴ്സാണ്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു മെഷേഴ്സ് ഇപ്പോൾ ആർ ബി ഐ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഡേറ്റയാണ്. പക്ഷേ അത് നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കേട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൈക്രോസോഫ്റ്റ് അവരുടെ സിറ്റുവേഷൻ അവർ കട്ട് ഡൗൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അത് നിർത്താൻ പോകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ തംബ്നെയിൽ കേട്ടതെങ്കിലും കട്ട് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ എഫക്റ്റിവിറ്റി കുറവാണ് എന്നുള്ള ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പോൾ എയിൽ ഒരുപാട് നിന്നിട്ടും അവർക്ക് ആ എയുടെ റിട്ടേൺ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം അവിടെ കാണുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു കമ്പനി അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എയുടെ 27% ഹോൾഡ് ചെയ്യുന്നത് പല നെയിമുകളിലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനീസ് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. അതിന് വാല്യൂ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വാല്യൂ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തോന്നുന്ന രീതിക്കാണ് മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്ന എയുടെ ഒരു കമ്പനി, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ആ കമ്പനിയുടെ നെയിം പെട്ടെന്ന് കിട്ടുന്നില്ല. അതിൻ്റെ റിസൾട്ട് വന്നു. അത് ഒരു 12% ഡൗൺ ആയിട്ടുണ്ട്. അടുത്ത ഈ സാംസങ് ഇപ്പോൾ കൊറിയൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ കൊണ്ടുപോയിരുന്ന 2 കമ്പനിയുണ്ട്. ഹൈനിക്സും സാംസങ്ങുമാണ്. അത് രണ്ടും 10% അടുപ്പിച്ച് കറക്ഷൻ നടന്നിട്ടുണ്ട്. സോ എയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കാശെടുത്തുകൊണ്ട് പോകുന്നത് ബൂമിങ് മാർക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ US മാർക്കറ്റിലും നമ്മുടെ ഈ കൊറിയൻ മാർക്കറ്റും ഒക്കെ തായ്വാൻ മാർക്കറ്റിലൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശ് അവിടെ നിന്ന് വെളിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നോട്ട് ഷുവർ, എന്നാലും ഒരു ചെറിയൊരു പാർട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ഡേറ്റാസാണ് മാർക്കറ്റിനെ ഇനി സ്വാധീനിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. മാർക്കറ്റ് ഞാനിപ്പോൾ 4 അവറിൻ്റെ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് മാർക്കറ്റ് ഒന്ന് വീഴാൻ ശ്രമിച്ച ഒരു ഏരിയയിൽ നിന്ന് ഈ അവസാനത്തെ ക്യാൻഡിലുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ശക്തമായിട്ടുള്ള അവസാനത്തെ 4 മണിക്കൂർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൈയിങ് അവിടെ നിന്നു. എന്നാലും ഞാൻ എന്നും സ്ഥിരം പറയുന്ന ഒരു 2 ലൈൻ ഉണ്ട് അല്ലേ, 23,440 എന്നുള്ളൊരു ലൈന്. ഒരു 4 ലൈനോളം പറയാറുണ്ട്. 240, 440, 720 പറയാറുണ്ട്, ചിലപ്പോൾ 880 പറയാറുണ്ട്. അപ്പോൾ ഈ 440 എന്നുള്ളൊരു ലൈൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്. അതിന് മേളിൽ ഇന്നലെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് വന്നു. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,500 മേളിലാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രീ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവൽ നോക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏതാണ്ട് ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏതൊരു ട്രേഡറും ആലോചിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ റെസിസ്റ്റൻസിൻ്റെ മേലിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇന്ന് അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ സപ്പോർട്ട് ഏതാണ്? നിയർ സപ്പോർട്ട് 23,440 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 23,350, അടുത്ത 23,240, ഈ 3 ലെവൽസാണ് താഴേക്കുള്ളത്. അപ്പോൾ ഈ ക്യാൻഡിലുകൾ, ഈ ശക്തമായിട്ട് ഉണ്ടായിരുന്ന അവസാനത്തെ അവറിലെ ഗ്രീൻ ക്യാൻഡിൽസിന് താഴെ 2 ലെവൽസ് സപ്പോർട്ട് ഉണ്ട്. മേളിലേക്ക് കയറിപ്പോയാൽ ഈ 500 മേളിൽ കയറി എന്ന് പറയുമ്പോൾ അതിന് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് അത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെയൊക്കെ ഹൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് കയറിപ്പോകാനുള്ള സാധ്യത 520, ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് മാക്സിമം ഫസ്റ്റ് ക്യാൻഡിൽ അത് ഹിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത 600, 660,
720, 800, 880 എന്നിങ്ങനെയുള്ള 5 ലെവൽസ് അവിടെ കിടപ്പുണ്ട്. ഈ 5 ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. 5 ലെവൽ ഇന്ന് ട്രേഡ് ചെയ്യും എന്നുള്ളതല്ല പറയുന്നത്, ഭാവിയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇവിടെ ഈ ഒരു ലെവലാണ് പിടിച്ചു നിർത്തുന്ന മാർക്കറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം ഇവിടെയെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇന്നലെ അവിടെ വന്ന് നിന്നു. ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് ചെയ്യുക. ശനിയും ഞായറും ഉള്ളത് കാരണം പുതിയ സ്വിംഗ് പൊസിഷൻസ് ഒന്നും എടുക്കരുത്. ഇടയ്ക്ക് KPIT ടെക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് ബാച്ച് 13ൻ്റെ കൂടെ മേടിച്ചിരുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ഇല്ല, എന്നാലും അതൊരു 4-5% ഇടയ്ക്ക് കയറിയിരുന്നു. അപ്പോൾ ഒരു 7%ഓളം കയറിയപ്പോൾ അതിനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ക്യാപിറ്റൽ വെളിയിലെടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആ ഇടയ്ക്കൊരു വാർ കുറച്ചുകൂടെ ഒന്ന് അഗ്രസീവായി വന്നപ്പോഴേക്കും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ഈ ലെബനനിലെ അറ്റാക്ക് ഇസ്രായേൽ കുറയ്ക്കുന്ന രീതിക്കുള്ള ഒരു സംഭവം ഇന്നലെ സംസാരം കേട്ടു. US അങ്ങനെ ഒരു ചർച്ചയിൽ ഇറാന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത് കാരണം ഇതും യുറാനിയം ഡെപ്പോസിറ്റും കാരണമാണ് ആ പീസ് ഡീൽ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മെയിനായിട്ടുള്ളൊരു പോയിന്റ് ടിക്ക് വീഴുന്നിട്ടുണ്ട്. ഇനി യുറാനിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കൊടുക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ചിലപ്പോൾ റഷ്യയിലേക്ക് മാറ്റിയേക്കാം. നോട്ട് ഷുവർ, ഞാനല്ല അത്. എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, അറിയില്ല. അത് അവർ തന്നെ സിറ്റുവേഷൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്ത് വെക്കേണ്ട 1-2 കാര്യം. ഒന്ന്, SBI 984 മേളിൽ അതിനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ശ്രദ്ധിക്കുക. HDFC ബാങ്കിലില്ല, റിലയൻസിലില്ല, ഒന്നിനുമില്ല. SBI മാത്രം വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക എന്നുള്ളതാണ്. ബാക്കി ഒന്ന് മാർക്കറ്റ് ഒന്ന് കയറി വരട്ടെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് കയറി മാറി ഒന്ന് സെറ്റായി വരുമ്പോൾ യഥാർത്ഥ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുക 23,800 മേളിലാണ്. എന്നാൽ നല്ല സ്റ്റോക്കുകൾ കാണുകയാണെങ്കിൽ നമുക്കൊരു 23,600 മേളിൽ മാർക്കറ്റ് തിങ്കളാഴ്ച തൊട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ക്യാപിറ്റൽ വെറുതെ ഇരിക്കുകയാണ്, ആ ക്യാപിറ്റൽ നമുക്ക് പതുക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. മാർക്കറ്റ് ഒന്ന് ബെറ്റർ ആവുമെന്ന് നോക്കുക. പീസ് ഡീലിൽ എന്തെങ്കിലും ഒരു എൻഡിലേക്ക് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ലെവൽസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇത് റിയൽ ട്രേഡിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റയാണ്. ഈ ഒരു റിയൽ ഡേറ്റാസ് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാമ്പിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ലെവൽസും അതിനൊരു എടുക്കുന്ന ട്രേഡിന് ഒരു നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു SLും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അവരെ സഹായിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ലിങ്ക്ഡിനിലെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതിലേക്കുള്ള ഇൻവൈറ്റ് നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലായിട്ടും ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പായിട്ടും ഉണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഞാൻ ഇനി മുതൽ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തിനും ഫ്രീ ആയിട്ട് അവിടെ വന്ന് അനാലിസിസ് എടുക്കാം. ഒരിക്കലും അതൊരു ട്രേഡ് റെക്കമെൻഡേഷനോ ടിപ്പ് കൊടുക്കുന്ന ഒരു ചാനലല്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.